ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന സീരിയലിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നെവിനും അതുപോലെ തന്നെ കാവേരിയും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കാറിൽ. അപ്പോൾ തൻ്റെ അച്ഛൻ്റെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കാവേരി ആ ജീപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ കരയുകയാണ്. അപ്പം നിവിൻ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ കാവേരി? അപ്പം നിവിൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് കൈ അവളുടെ പുറത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് വേണ്ട എന്ന് വിചാരിച്ച് അവൻ ഇങ്ങനെ കൈ എടുക്കുകയും പിന്നീട് വീണ്ടും അവളുടെ തോളിൽ അങ്ങനെ തൊട്ടിട്ട് കാവേരി എന്ന് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് അവൾ അങ്ങനെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. നിവിൻ അത് കണ്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവളുടെ അരികിലേക്ക് ചെന്ന് അവളുടെ തോളിൽ തട്ടിയിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ജയബാലനല്ല ഞങ്ങളെ ചതിച്ചത്, ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഞങ്ങളെ ചതിച്ചത്. ഞങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയുന്ന നിമിഷങ്ങളായിരുന്നു അന്ന്. അച്ഛന് ഞങ്ങളോട് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാമായിരുന്നിട്ടും അച്ഛൻ അതൊന്നും തുറന്ന് പറഞ്ഞില്ല എന്നൊക്കെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം തന്നെ പെട്ടെന്ന് നമ്മുടെ കാവേരിക്ക് ഒരു തളർച്ച പോലെ വരികയാണ്. അവൾ അങ്ങനെ വീഴാൻ പോകുമ്പോൾ നിവിൻ പിടിക്കുകയാണ്. നിവിൻ പിടിച്ചിട്ട് നിവിൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് അങ്ങനെ അവൾ കിടക്കുകയാണ്. എന്നിട്ട് അവൾ അവിടുന്ന് കരയുന്നുണ്ട്. അപ്പം നിവിനാണെങ്കിൽ അവിടെ കണ്ണുനീര് തുടയ്ക്കുകയും അവൾ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതുവഴി വരുന്ന നമ്മുടെ ജയബാലനും മകനും അങ്ങനെ അവർ കാണുകയാണ് ഈ ഒരു കാഴ്ച. അപ്പം അവരാണെങ്കിലും കുറച്ചകലെ നിന്നിട്ട് ആ വീഡിയോ ഇവരിങ്ങനെ നിൽക്കുന്ന ഫോണിൽ മകൻ വീഡിയോ പകർത്തുകയാണ്. എന്നിട്ട് അത് എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അരികിലൂടെ തന്നെ അവരങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ നിവിനും കാവേരിയും അത് കാണുന്നില്ല. അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് കാവേരിയോട് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. ആ സമയം നിവിൻ പറയുന്നുണ്ട്, ഒരിക്കലും കാവേരിയെ ഞാൻ വിഷമിപ്പിക്കില്ല. അച്ഛൻ പോയി എന്നുള്ള സങ്കടം ഞാൻ ഒരിക്കലും കാവേരിയെ അറിയിക്കില്ല. ഈ കണ്ണുകളിൽ നിന്ന് അറിയാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്ന സമയം പെട്ടെന്ന് കാവേരിക്ക് ഒരു എന്താ പറയുക, ഒരു ബോധം തിരിച്ചു കിട്ടിയ പോലെയാണ്. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലോട്ട് മാറി നിന്നിട്ട് എന്താ പറ്റിയ നിവിനെ എനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തനിക്ക് ചെറിയൊരു തളർച്ച പോലെ തോന്നി. അങ്ങനെ എനിക്കെന്തോ ഞാൻ വേറെന്തോ പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നത്. അപ്പം നിവിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കാവേരി കേട്ടിട്ടുമില്ല. അങ്ങനെ അതിനുശേഷം വാ എന്നും പറഞ്ഞിട്ട് ജീപ്പിൽ കയറി രണ്ടുപേരും യാത്ര തുടരുകയാണ്. അപ്പം നിവിൻ പറയുന്നുണ്ട്, നമ്മൾക്ക് എന്തായാലും ഒരു ലോങ് ട്രിപ്പ് ഒന്ന് പോയിട്ട് വരാം, തൻ്റെ ഈ മൂഡൊന്ന് മാറ്റിയിട്ട് വരാം എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നിവിൻ്റെ അമ്മയെ തന്നെയാണ്. അപ്പോൾ അവളങ്ങനെ ഫോണിൽ തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യേട്ടൻ എപ്പോഴാണ് വരിക? സത്യേട്ടൻ മതി, ഛത്തീസ്ഗഡിൽ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വായോ എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് സഹോദരൻ ഈ ജയബാലനും മകനും കൂടി അവിടേക്ക് വരുന്നത്. ജയബാലേട്ടാ, എത്ര നാളായിട്ടാ നീയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്ന് മകനോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ല, നീ എന്തുദ്ദേശിച്ചിട്ടേ നടക്കുന്നത്? നിന്റെ മകനെ നീ എന്താ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് പറ്റാനുള്ളത് അതങ്ങ് കാണിച്ചു കൊടുത്തേടാ മോനെ എന്ന് പറഞ്ഞ് ജയബാലൻ മോനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് ഇതുവരെ നിന്റെ മകനെ മനസ്സിലായിട്ടില്ല. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്റെ മകനോട് അവിടേക്ക് വിടരുതെന്ന്. ആ വീട്ടിലുള്ളവർ കൊള്ളരുതാത്തവരാണ്. അവനെ അവിടേക്ക് കൊണ്ടുപോയാലേ അവളിപ്പോൾ അവളെ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ ചോദിക്കുകയാണ്, അപ്പോൾ രാഗിണി ചേച്ചിയുടെ കാര്യത്തിൽ എന്താണ് ആൻറ്റിയുടെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് ശരിയാണ്, ഞാനിവിടെ വന്ന എത്ര പ്രാവശ്യമായി രാഗിണിയുടെ കാര്യം പറയുന്നു. നീ ഒരു നിന്റെ മകൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യവും നീ പറഞ്ഞില്ല. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവനോട് എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല ജയബാലേട്ട എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ വേണ്ടത്? അവനോട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അവരോട് എന്ന് പറയും, അല്ലെങ്കിൽ അവളെ നിലയ്ക്ക് നിർത്താൻ പറയുന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല ജയബാലേട്ടൻ അവരിങ്ങനെ റോട്ടിൽ കണ്ടിട്ടിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അവരെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ല, രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ്. നല്ല ആളോടത്താണ് നിന്റെ മകൻ്റെ അടുത്തോ ഇതൊക്കെ? നിന്റെ മകനെ എനിക്ക് തല്ലാൻ പറ്റുമോ? അഥവാ ഇനിയിപ്പോൾ അവളെ തല്ലിയാൽ തന്നെ നിന്റെ മകൻ വെറുതെ ഇരിക്കും. അവൾക്കെല്ലാം സഹായത്തിനും ചെയ്തു നിൽക്കുന്നത് നിന്റെ മകൻ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന വിനീതിനെ അവൻ്റെ അമ്മ പൂട്ടിയിട്ട് കല്യാണം നടത്താതിരിക്കാൻ പൂട്ടിയിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഈ നിവിനാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് കല്യാണം നടത്തി കൊടുത്തത്. ഇതിനെല്ലാത്തിനും പുറകെ നിന്റെ മകനാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ജയബാലൻ.
അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിനീത് അവിടെ വീട്ടിലങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വിനീതിന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് ശാരദ. ആ സമയത്ത് ഗംഗയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഗംഗ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അപ്പോൾ അവള് നിന്റെ അടുത്തേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശാരദ വിനീതിനോട്. അപ്പം ഇല്ല എന്ന് പറയും. ഗംഗെ എന്ന് വിളിച്ചിട്ട് ഗംഗയെ ഇങ്ങോട്ട് വരുത്തുകയാണ്. അപ്പൊ അതേസമയം നീ എന്തെടുക്കായിരുന്നടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയം തന്നെ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ്. വന്നിരിക്കുന്നത് രാജേശ്വരിയാണ്. അപ്പോൾ ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വിനീത് അവിടേക്ക് ചെല്ലാണ്. അപ്പൊ വിനീതയുടെ മാന്യമായി തന്നെയാണ് രാജേശ്വരി സംസാരിക്കുന്നത്. ആന്റിയോ ഇവിടേക്ക് വാ, അപ്പൊ അകത്തേക്ക് വരാം. നീ ഇവിടെയാണോ താമസിക്കുന്നത് എന്നൊക്കെ രാജേശ്വരി വിനീതിനോട് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നതിന് ശേഷം പറയാണ്, നീ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയിട്ട് നിന്റെ ആ മരം കയറി അനിയത്തി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗംഗയോട്. അപ്പോൾ ശാരദയ്ക്ക് ദേഷ്യം വരുന്നത്. ശാരദ പറയാണ്, മര്യാദയ്ക്ക് സംസാരിക്കാൻ, എൻ്റെ മക്കൾക്ക് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, വേറെ ആരും പുതിയ പേരൊന്നും കണ്ടെത്തണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടുകയാണ് ശാരദ. അപ്പൊ രാജേശ്വരി പറയുന്നുണ്ട്, നിന്റെ മകളിപ്പോ എൻ്റെ മകന്റെ കൂടെയാണോ അതോ ഇനിയിപ്പോ വേറെ വല്ലവരുടെ കൂടെയാണോ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുമ്പോ പറയാനൊന്നുമില്ല, നിങ്ങളെ കൂടി ഇത് കാണുക എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ രാജേശ്വരി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവരങ്ങനെ കെട്ടിപ്പിടിച്ച് അവളങ്ങനെ കരയുകയും അവൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ കണ്ട് അവർ ഞെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ പേരിൽ? എന്തായാലും അപ്പോൾ ആ സമയത്ത് ഗംഗയും ചൂടാകുമ്പോൾ നിലത്ത് നിൽക്കടി, നിന്റെ കഴുത്തിൽ ഇപ്പോൾ ഒരു തലയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാജേശ്വരി വല്ലാതെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വിനീതും പറയുന്നുണ്ട്, ആൻറ്റി ഇത്രയും നേരം ഞാൻ നിവിൻ്റെ അമ്മയായതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്, ഇനി എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ അവനും പറഞ്ഞങ്ങനെ തർക്കിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഈ പറയുന്ന നിവിനോട് ആയിട്ട് നമ്മുടെ വിനീത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ മനസ്സിൽ, നിനക്ക് അവളോട് ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ്. അപ്പൊ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ വിനീത് ഇവനോട് പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന നിവിന് സന്തോഷമാവാണ്. എന്തായാലും കാവേരി വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ശാരദ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ശാരദയ്ക്ക് കാവേരിയോട് യാതൊരു തരത്തിലുമുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല. പകരം മക്കളെ സ്നേഹിക്കുകയാണ് ശാരദ ചെയ്യുന്നത്. അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുകയും അവരെ അവരെങ്ങനെ ഊട്ടുകയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ എന്തായാലും നമ്മുടെ യമുനയെ കാണാനില്ല. അതിന് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് യമുനയെ വളരെ രാത്രിയായിട്ടും അവൾ വന്നില്ല വീട്ടിലോട്ട്. അങ്ങനെ അവളെ കാണാതെ ശാരദ വാവിട്ട് കരയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വിനീതിന്റെ അമ്മ സുജാതമ്മയുടെ എന്തൊക്കെ പണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു പരിഭവം ആ ഒരു വിഷമമായിട്ട് ഗംഗയോട് വന്ന് പറയുമ്പോൾ ഗംഗ സൂക്ഷിച്ചു വെച്ചിരുന്ന തന്റെ അച്ഛൻ സമ്മാനിച്ച മാല അത് സുജാതമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഞാൻ ആരെന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഇത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ്, എന്തായാലും ഇത് അമ്മായിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു മാല അവൾക്ക് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിലും കാണിക്കാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.